നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമാക്കിയത് പി വി അൻവറിന്റെ രാജിയാണ്. ഈ തെരഞ്ഞെടുപ്പിനെ അപ്രവചനീയമാക്കുന്നതും പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വമാണ്. ഇപ്പോൾ നിലമ്പൂരിൽ പി വി അൻവർ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ എന്ത് പറയുന്നു എന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസിലാണ് ഞാനുള്ളത്. നമുക്ക് അദ്ദേഹത്തെ കാണാം. നമസ്കാരം. എന്തായി ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ? ഉഷാറല്ലേ? ഇപ്പൊ അവസാനത്തെ മണിക്കൂറുകളാണല്ലോ, കഴിയാൻ പോവാണ്. അപ്പോൾ തുടങ്ങുമ്പോൾ നമുക്കൊരു വെടിയും പോകുകയൊക്കെ ഉണ്ടായിരുന്നു. ഇത് തീരുമ്പോൾ എന്താണ് സത്യസന്ധമായിട്ടുള്ള അവസ്ഥ? എന്താണ്? 23-ാം തീയതി കൃത്യമായി അറിയല്ലോ. 19-ാം തീയതി പിണറായി സത്തിന്റെ അവസാനത്തെ ആണി ഇവിടെ അടിക്കപ്പെടും. ഞാൻ രാജിവെച്ചത് അതിനു വേണ്ടിയിട്ടാണ്. ഇടതുപക്ഷത്തിന് അവരുടെ സംഘടനാ വോട്ടുകൾ ഉണ്ടെങ്കിൽ ജയിച്ചു പോയിക്കൂടെ? അപ്പൊ താങ്കൾ എന്തിനാണോ രാജിവെച്ചത്, എന്ത് പോരാട്ടമാണോ നടത്തിയത്, അതവിടെ പരാജയം നേരിടില്ലേ? അങ്ങനെ സംഭവിച്ചാൽ ഒരിക്കലുമില്ല. അത് നിങ്ങൾ തെറ്റായ ധാരണയാണ്. പിണറായിസത്തിനെതിരെ യുദ്ധം നയിക്കുന്നവൻ പിണറായിസത്തിനെതിരായിരിക്കണം. LDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഒരു ഡിറ്റോ പിണറായി ആയിട്ട് തന്നെയാണ്. പിണറായിക്ക് വേണ്ടിയിട്ട് രാജ്യം മുഴുവൻ പിണറായിസം പ്രഭാഷണം ചെയ്യുന്നവനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അല്ല, ആയിക്കട്ടെ, അതേപോലെ തന്നെയാണ് അപ്പുറത്തിരിക്കുന്ന സ്ഥാനാർത്ഥി. യുദ്ധം നയിക്കുന്ന ക്യാപ്റ്റൻ, ഇന്ത്യൻ ക്യാപ്റ്റൻ, യുദ്ധം നയിക്കുന്ന കമാൻഡർ പാകിസ്ഥാനോടാണ് താല്പര്യമെങ്കിൽ ആ യുദ്ധത്തിന്റെ സ്ഥിതി എന്തായിരിക്കും? അത് തന്നെയാണ് ഷൗക്കത്ത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെ ഒക്കെ പിന്തുണ UDFനാണ്. അവർ ആര്യാടൻ ഷൗക്കത്തിനെ മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റി പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ UDFനെ പിന്തുണയ്ക്കുന്ന സമസ്തയിൽ പ്രത്യേകിച്ച് എതിരഭിപ്രായങ്ങളില്ല. മുൻപ് ഉണ്ടാകുമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും ഉണ്ടാവുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ പരിഹരിച്ച് സാമൂഹ്യ ഗ്രൂപ്പുകളുടെ പിന്തുണ UDF സമാഹരിച്ചിട്ടില്ലേ? അതിനെ എങ്ങനെ കാണാം? അതൊന്നും ഇവിടെ ജനങ്ങളും പിണറായിസവും തമ്മിലാണ് ഏറ്റുമുട്ടൽ. ഇപ്പോൾ 23-ാം തീയതി റിസൾട്ട് വരുമ്പോൾ അവഗണിക്കാൻ കഴിയില്ല പി വി അൻവറിനെ എന്ന് UDFനും ബോധ്യമാവുന്ന ദിവസമായിരിക്കുമോ 23? ഒരിക്കലുമല്ല. അത് ജനങ്ങളെ അവഗണിക്കാൻ കഴിയില്ല. പൊതുജനം കഴുതയാണ്. പാർട്ടി പ്രവർത്തകർ, ഏത് പാർട്ടിയായാലും അവർ നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അത് അടിമകളെപ്പോലെ അനുസരിക്കും എന്ന ഒരു ധാരണ വെച്ച് നടക്കുന്ന എല്ലാ പാർട്ടിയിലെ ലീഡർഷിപ്പിനും ഉള്ള ഒരു തിരിച്ചടിയായി അവർക്ക് എന്താ പറയുക, വരാനിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിന് എന്താ പറയുക, ഒരു നേർരേഖ വരക്കും നിലമ്പൂരിലെ ജനങ്ങൾ. 23-ാം തീയതി VD സതീശൻ പശ്ചാത്തപിക്കുമോ? അല്ല, അദ്ദേഹം എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല. അദ്ദേഹം ഉള്ളിടത്തോളം കാലം UDFിലേക്ക് ഞാൻ പോവില്ല. പിണറായിസത്തിനെതിരെ അതിശക്തമായ നിലപാട് വാക്കുകൊണ്ടല്ല, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എടുക്കാനുള്ള ശേഷിയുള്ളവൻ വേണം UDFനെ നയിക്കാൻ. അതുകൊണ്ട് അദ്ദേഹം ആ കസേരയിൽ ഇരിക്കുമ്പോൾ പിണറായിസത്തിന്റെ യഥാർത്ഥ പോരാട്ടം ഇവിടെ നടക്കില്ല. അതിനെല്ലാം ഒറ്റയ്ക്ക് പോരാടില്ലേ? എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ്. ഉഷാറാവട്ടെ. താങ്ക് യു.